ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് ഈശോ തരുന്നത്, കഴിഞ്ഞ ദിവസങ്ങൾ അശ്വതി എന്നും പറഞ്ഞൊരു പെൺകുട്ടി സാക്ഷ്യം പറഞ്ഞ്, അശ്വതി. അപ്പം അശ്വതി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പ്രശ്നം വെച്ചാൽ അശ്വതി ഫസ്റ്റ് ടൈം ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് ആദ്യം വരുന്ന ആളാണ്. അപ്പോൾ ഈ ഉടമ്പടി ധ്യാനം വളരെ നന്നായ രീതിയിൽ സ്വകാര്യമായിട്ട് അതിൽ കൂടുന്ന ആളാണ്. പക്ഷേ അശ്വതി ഒരിക്കലും അവർക്ക് മുതുകത്തൊരു മുഴയുണ്ടായി, മുതുകത്തൊരു മുഴയുണ്ടായി. അപ്പോൾ അത് ക്യാൻസറിലേക്ക് പോകുമോ, ഓപ്പറേഷൻ വേണ്ടി വരുമോ, പിന്നെ ഉണ്ടാകുന്ന അവളുടെ അവസ്ഥ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കുട്ടി ആകുലയാണ്. അപ്പോൾ അങ്ങനെ ആകുലയായപ്പോൾ ഈ പെട്ടെന്ന് കുറേ സാക്ഷ്യങ്ങൾ നോക്കി മാതാവ്, അവൾ പറയുന്നുണ്ട്, മാതാവ് എന്നെ നയിക്കുകയായിരുന്നു. ഞാനൊരു സ്മാർട്ട് ഫോണൊന്നും വാങ്ങിച്ചിട്ടില്ല. മാതാവിനെക്കുറിച്ച് അറിയണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ മാതാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചതിന് ശേഷം ഞാൻ പിന്നെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു. അപ്പോഴൊരു സാക്ഷ്യം അച്ഛൻ പറയുന്നുണ്ട്, അതായത് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, അതെനിക്ക് വല്ലാതെ എന്നെ ഹോണ്ട് ചെയ്തു. അതായത് ഒരു കുഞ്ഞ് പങ്ക്രിയാസിൽ ക്യാൻസറുള്ള കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിനെ കോവിഡ് കാലത്ത് ഇവിടെ കൊണ്ടുവന്നായിരുന്നു, നമ്മളാരും അറിഞ്ഞില്ല. അപ്പോൾ ഇവിടുത്തെ അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഇവിടെ ആൾ നിൽക്കാനൊന്നും പോലീസ് അനുവദിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ തന്നെ പോലീസ് തല്ലിയിട്ടുണ്ട് പല പ്രാവശ്യം ഇവിടെ വന്ന്. ആൾ നമ്മുടെ വാദിക്കെ കൂട്ടം കൂടി നിൽക്കുമ്പോഴേ അങ്ങനെ വലിയ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇവർ വരണത്. അപ്പോൾ ഇവിടെ ഇത് തുറക്കാനും പറ്റില്ല, തുറന്നാൽ പ്രോബ്ലമാണ്, പോലീസ് സമ്മതിക്കത്തില്ല. അപ്പം അത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ കുഞ്ഞും അമ്മയും കൂടി ഇതിനെ വാദിക്കെ വന്ന് നിന്നിട്ട്, ഈ പങ്ക്രിയാസിൽ ക്യാൻസറല്ല കുഞ്ഞിന്. അപ്പോൾ അമ്മ കൊച്ചിനോട് പറയും, വാവേ അമ്മയോട് പറ, ഇനി നമ്മൾ വരണത് സാക്ഷ്യം പറയാനായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകാം. കുഞ്ഞ് അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഞങ്ങൾ വരണത് സാക്ഷ്യം പറയാനായിരിക്കുമെന്ന്. അത് കറക്റ്റാണ്. ഈ സാക്ഷ്യമാണ് അശ്വതി കേൾക്കണത്. അവൾ തിരിച്ചു വന്ന്, ആ കുഞ്ഞ് തിരിച്ചു വന്ന് സാക്ഷ്യം പറയണത്. അത് ഭയങ്കര ഫീലിംഗാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം വേറെ ഒരു മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കും. അപ്പോൾ കുഞ്ഞ് മിടുക്കിയായി വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അതാണ് അശ്വതി കേൾക്കണ സാക്ഷ്യം. അപ്പോൾ അവളുടെ വിശ്വാസം വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് വളരും. ഈ സാക്ഷ്യങ്ങൾ കേൾക്കണ മക്കളെ, സാക്ഷ്യങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യപ്പെടുന്ന സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ഒത്തിരി ട്രോളൊക്കെ വരുന്ന സാക്ഷ്യങ്ങളിലല്ലേ, ട്രോളിങ് വരണം. നമ്മളെന്താ വന്നാൽ അതിൻ്റെ അകത്ത് അധികം ഓവറായിട്ട് ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ജനങ്ങൾക്ക് അവരെ കവനൻ്റ് എക്സ്പീരിയൻസ്, ദൈവം നമുക്കൊരു പുതിയ പ്രാർത്ഥനാ പദ്ധതി തന്നിരിക്കുകയാണ്. അപ്പം അതിൽ നമ്മൾ പഴയ ധ്യാന കേന്ദ്രങ്ങളുള്ള വെള്ളപടി മദ്യപാനം മാറുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങളുണ്ടാകുക മാത്രമല്ല, മനുഷ്യൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ സമഗ്രമായ വിഷയങ്ങളാണ് ഉടമ്പടിയിൽ ദൈവം അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ പുതിയ വിഷയങ്ങളും പുതിയ അനുഭവങ്ങളും ആയത് കാരണം ജനങ്ങൾക്കൊരു സ്ഥിരം പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും കയറി ജനങ്ങൾ അവരുടെ ഉടമ്പടി അനുഭവങ്ങൾ പങ്കുവെക്കാൻ. അപ്പോൾ ഓരോരുത്തർ ചിലർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും, ചിലർക്ക് അധികം വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല. അവരുടെയൊക്കെ സ്റ്റാറ്റസ് അനുസരിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് പറയും. നമ്മളതിനെ ഹോണർ ചെയ്യും. പക്ഷേ ചില ആൾക്കാർക്ക് അവർ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ വിശ്വാസം തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അവരുടെ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്. അവർ ആ വിശ്വാസം അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് ബുദ്ധിബോധമില്ലാതെ ഇരിക്കാൻ ദൈവത്തെ ബുദ്ധിപരമായിട്ട് മാത്രം കാര്യങ്ങളെ കാണുന്നവർക്ക് മണ്ടത്തരം തോന്നിയവർ. പക്ഷേ ഈ നിഷ്കളങ്കരായ മനുഷ്യർ അവരുടെ ഒരു സങ്കടകാലത്ത് ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അവർക്കെന്ത് സംഭവിച്ചു, അവരതെങ്ങനെ പ്രഖ്യാപിച്ചു, അവർക്കെന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ അശ്വതിയുടെ പ്രശ്നം തന്നെ എന്താണ്? അശ്വതി ഈ ധ്യാനം കൂടിയപ്പോൾ അശ്വതിയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയണത് കേട്ട്. അശ്വതിയുടെ പറഞ്ഞതല്ല, പൊതുവെ പറഞ്ഞതാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ അശ്വതി ഒരു സെപ്റ്റംബർ 4 എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട്. എന്താ കാര്യം? പ്രശ്നം എന്താണ്? അവരുടെ മുതുകത്തൊരു കുരുവാണ് പ്രശ്നം. മുതുകത്തൊരു കുരു ഇങ്ങനെ മുഴ വരെ പൊങ്ങുകയാണ്. അപ്പം അത് മാറാൻ വേണ്ടി അശ്വതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അത് കേട്ടിട്ട് അതനുസരിച്ച് ഒരു ഡേറ്റ് ഇട്ട് സെപ്റ്റംബർ 4.
അപ്പോൾ സെപ്റ്റംബർ 4 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അശ്വതി 2 ദിവസം കഴിഞ്ഞപ്പോൾ അയ്യോ ഡേറ്റ് പെട്ടെന്നായി പോയില്ല, മാതാവിന് കുറച്ച് സമയം കൊടുക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അത് അവരുടെ നിഷ്കളങ്കതയിലുള്ള ഒരു പകപ്പാണ്. കാര്യം ഇപ്പം ഇങ്ങനെ ഇത്രയും പെട്ടെന്നൊക്കെ നമ്മൾ ഡേറ്റ് ഇട്ട ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. ആ 4 ദിവസത്തിനുള്ളിൽ മാതാവിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മാതാവിനെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ കുറച്ചുകൂടി ഡേറ്റ് മാതാവിന് കൊടുക്കാമായിരുന്നെന്ന് ഇവൾ സ്വയം ചിന്തിക്കുകയാണ്. അവളുടെ ലിറ്ററസി അനുസരിച്ചുകൊണ്ടുള്ള ചിന്താധാരണകളാണ് വരണത്. നമ്മളതിനെല്ലാം മാനിക്കും. അത് പറയുന്നത് അവർ എന്താ പറയണമെന്ന്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അശ്വതി ഒരു ധ്യാനം കൂടും, ഉടമ്പടി ധ്യാനം കൂടും. ഏത് ധ്യാനം കൂടും? 2017 ധ്യാനം കൂടും. 2017 ധ്യാനം കൂടും. 2017 ധ്യാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര കൊല്ലമായി? 5 കൊല്ലമായില്ലേ? 5 കൊല്ലം മുമ്പുള്ളൊരു ധ്യാനം കൂടുകയാണ്, ഉടമ്പടി ധ്യാനം കൂടുകയാണ്. കുടുംബം എന്താ പറയണത്? അന്ന് അച്ഛൻ പറയുന്നുണ്ട്, ആരാധനയ്ക്ക് പറയുന്നുണ്ട്, ഇപ്പം മുതുകത്ത് മുഴയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവരാ മുതുകത്തെ മുഴ സമർപ്പിച്ച് പ്രാർത്ഥിച്ച കർത്താവ് ഇപ്പോഴവരെ സുഖപ്പെടുത്തുമെന്ന് പറയാം. അത് 2017 ധ്യാനമാണെന്ന് അശ്വതിക്കറിയാം. അതാ വിഷയം. പണ്ടത്തെ ഒരു ആരാധനയാണ്. പണ്ടത്തെ ആരാധനയിൽ അവളെന്താ ചെയ്യിക്കണത്? ഭൂതകാലത്തെ ഒരു ആരാധനയിൽ അവർ വർത്തമാനകാലത്ത് അവരുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് വിഷയം. എന്നിട്ട് പറയാം, കർത്താവ് ഇത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന്. അതാണ് അശ്വതി പറയണത്. കർത്താവ് ഈ 2017 ധ്യാനമാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത് എന്നെക്കുറിച്ചാണ് നീ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാതാവിൻ്റെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് 4-ാം തീയതി സെപ്റ്റംബർ 4. ഇനി 3 ദിവസമേ ഉള്ളൂ. ഇതെന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇവളെ ഈ മുഴ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് അപ്രത്യക്ഷമായി പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ തന്നെ അത് വിചിത്രമായി തോന്നി എനിക്ക്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അവരെ ക്രൂശിക്കാനോ ക്രിസ്റ്റിസൈസ് ചെയ്യാനോ പറ്റത്തില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എന്താണ്, അതായത് എനിക്കിത്തിരി അവിശ്വാസമൊക്കെ ഉണ്ട്. വളരെ പച്ചയായ സാക്ഷ്യങ്ങളാണ്. എനിക്ക് കുറച്ച് അവിശ്വാസമൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് ഡേറ്റ് ഞാൻ ഇങ്ങനെ ഹരിബറിയായിട്ട് ഇട്ടില്ലേ, മാതാവിന് കുറച്ച് സമയം കൂടി കൊടുത്തേച്ചെങ്കിൽ മാതാവ് സമയം എടുത്ത് ഹീൽ ചെയ്ത് തന്നേനും. മാതാവിന് സമയം കൊടുക്കാത്ത രീതി മാതാവിൻ്റെ കൈയും കാലും കെട്ടുന്ന രീതി ഞാൻ പെട്ടെന്ന് സമയം ഇട്ടില്ലേ, സെപ്റ്റംബർ 4 ഡേറ്റ് ഇട്ടില്ലേ. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു അവിശ്വാസം തോന്നിയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ മാതാവ് ചെയ്യുമോ? ഇല്ലേ, എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ എന്നിട്ട് ഇവിടെ പറയും, ഞാൻ അവിശ്വസ്തനായിരിക്കും, അവിശ്വാസിയായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായിരിക്കും. ഈ വചനം ഇവിടെ നിന്ന് കിട്ടിയ അവൾക്ക്. Take the word of God. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 2 തിമോത്തി സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 തിമോത്തി 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ ഈ 2 തിമോത്തി വേഴ്സൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അശ്വതി അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. എന്താ പറയണത്? എനിക്കിങ്ങനെ അവിശ്വാസം തോന്നിയായിരുന്നു, പക്ഷേ എനിക്ക് പ്രശ്നം തോന്നിയില്ല. കാര്യം എന്താണ്? വചനത്തിലുണ്ടല്ലോ, ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന്. അപ്പോൾ ഈ മനുഷ്യന്മാർ വിശ്വസിക്കുന്ന രീതികളും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിങ് ഭയങ്കരമാണ് ശരിക്കും. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. കാര്യം ബുദ്ധി ഇവിടെ എന്തുമാത്രം കുറഞ്ഞു വരുന്നു, അതനുസരിച്ച് വിശ്വാസം മൂല്യമുള്ളതായിട്ട് വരും. അന്ധവിശ്വാസമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്, അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുൻകരുതലെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വിശ്വസിക്കാൻ നിനക്ക് അമിതമായി വിശ്വസിക്കുമ്പോൾ അത് അന്ധവിശ്വാസമായി പോകാതിരിക്കാൻ വേണ്ടി അത് സ്വാഭാവികമായൊരു കോമൺ സെൻസ് മനുഷ്യനെ ഉണ്ടാകും. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ്ട്രാ സെൻസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അമിത വിശ്വാസം അന്ധവിശ്വാസമായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും.
പക്ഷേ അശ്വതി പറയുന്നത് കറക്റ്റ് കാര്യമാണ്. എന്താ പറയണത്? എനിക്ക് ഡേറ്റ് ഇട്ടതിൽ മാതാവിനോട് ഹർബറിയായി ഒരു ഡേറ്റ് ബാർ ചെയ്തതിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവുണ്ട്. പക്ഷേ എങ്കിലും വചനത്തിലുണ്ടല്ലോ, ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമല്ലോ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇക്കാലങ്ങളിലെല്ലാം വചനത്തിൻ്റെ സത്യാവസ്ഥകളെ ആഴമായി മനസ്സിലാക്കിയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതാനുഭവങ്ങളോട് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രതികരണമാണ് ഉടമ്പടിക്കാലത്ത് നമ്മൾക്കുണ്ടാവുന്നത്. എല്ലാവരെയും അങ്ങനെയാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനത്തോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പുതിയ സമീപനം ഞങ്ങൾക്ക് നൽകണമേ. സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറേ കാലം മുമ്പ് എനിക്കാണ് ഒരു വർഷമായി കാണും, ഞാൻ എപ്പോഴും പറയും ടൈം ഷോർട്ടണിങ് എന്ന് പറയും. അപ്പോൾ എനിക്ക് തന്നെ ഒരു ജാള്യത ഉള്ളിൽ തോന്നും. കാര്യം ടൈം ഷോർട്ടണിങ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഞാൻ പറയും, ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റ് സമയച്ചുരുക്കമാണ്. എനിക്കത് എവിടെയാണ് ഡിറൈവ് ചെയ്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം ആയിട്ടില്ലെന്ന് ഈശോ പറയുമ്പോൾ മരിയൻ മീഡിയേഷനിലാണ് അമ്മ സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ, അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള വേദപുസ്തകത്തിൻ്റെ ശക്തമായ വെളിപാടിൽ നിന്നാണ് ഞാൻ ടൈം ഷോർട്ടണിങ് കണ്ടുപിടിച്ചതാണോ പരിശുദ്ധാത്മാവ് എന്നെ ചൂണ്ടിക്കാണിച്ചതാണെന്ന് ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു സത്യമാണ്. എന്താണ് സത്യം? there is a phenomena of time shortening in covenant prayer. ഉടമ്പടി പ്രാർത്ഥനയിൽ സമയച്ചുരുക്കത്തിന് ഒരു പ്രതിഭാസമുണ്ട്. ഉടമ്പടി പ്രാർത്ഥന നീ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ്. അവിടെ നിനക്ക് ടൈം ഷോർട്ടണിങ് വേണമെന്നുണ്ടെങ്കിൽ ടൈമാണല്ലോ വില്ലൻ. എല്ലാത്തിൻ്റെയും വില്ലൻ ടൈമാണ് അല്ലേ? എല്ലാം ടൈം മാറിപ്പോയാൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും. അപ്പം ടൈം ഇപ്പം നമ്മൾ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പരിശുദ്ധ അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടത്. അപ്പം സമയം കൃപാസന ശുശ്രൂഷകളുടെ കൂടെ അടിസ്ഥാനമായ പ്രമേയമാണ് സമയം. കഴിഞ്ഞുപോയ സമയത്തെ തിരിച്ചെങ്ങനെ കൊണ്ടുവരാൻ കഴിയും? കഴിഞ്ഞ കാലങ്ങളിലെ പ്രവചനങ്ങളെയും എല്ലാം എങ്ങനെയാണ് വർത്തമാന കാലത്ത് അനുഭവിക്കാൻ പറ്റണതെന്നാണ് അശ്വതി വിശ്വാസം കൊണ്ട് തെളിയിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ധന്യയുടെയും അലക്സ് ജോസഫിൻ്റെയും മകളുടെ മൈലോ ഇതില്ലേ, എന്താണ് രക്താർബുദം. ആ രക്താർബുദത്തിൻ്റെ, അതായത് മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദം, ആ മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദത്തിന് കുഞ്ഞിനെ ഇനി 50% റിക്കവറി റേറ്റ് ഉള്ളെന്ന് ഡോക്ടർ പറയുമ്പോൾ കുഞ്ഞിന് ചെയ്യേണ്ടി വരുന്ന കീമോ 3000 mg ആണ്. 3000 mg കീമോയാണ്. നമുക്കറിയാവില്ല 600 mg 300 mg എന്നൊക്കെ പറയുമ്പോൾ തന്നെ നേഴ്സുമാർക്ക് പെട്ടെന്ന് തന്നെ പേടിയാവും. അയ്യോ, ഇതെന്തൊരു അസുഖമാണ്, ഇത് കണ്ടിന്യൂ ചെയ്ത് ഇത്രയും കഴിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ 3000 mg കീമോയാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. 8 ദിവസത്തേക്കാണ്. അതിൻ്റെ പെയിൻ എന്ന് പറയണതും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ കൊടുത്താൽ തന്നെയും 3 കൊല്ലം എടുക്കും. ഇത് കീമോ കൊടുത്തിട്ട് ആണ് പിന്നീട് ബോൺ മാരോ ചെയ്യണത്. അമ്മയുടെ മജ്ജ എടുത്തിട്ട് കുഞ്ഞിലേക്ക് കൊടുക്കുന്നു. അത് ഭയങ്കര ഇതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞ് സർവൈവ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം കടന്നു പോകുന്നത് പ്രത്യേക ഒരു ലോകത്താണ്. പണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്ന ആൾക്കാർ മരിച്ചു പോകും, അത്രയേ ഉള്ളൂ. വൈദ്യശാസ്ത്രം ഇപ്പോൾ ഇത്രയും വളർന്നത് കൊണ്ടാണ് റിക്കവറിങ് റേറ്റ് വരണത്. റിക്കവറിങ് റേറ്റ് കൂടാൻ കാരണം എന്താണ്? വൈദ്യശാസ്ത്രം വളർന്നത് കൊണ്ടാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഇല്ല. അവരെല്ലാം ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ചെയ്തു വരുമ്പോഴും ഡോക്ടർമാർ പറയും ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയും. ദൈവത്തിൻ്റെ കയ്യിലാണെന്ന്. അപ്പോൾ എന്താ ചെയ്യണത്? ഈ കുഞ്ഞിനെ ഈ ശുശ്രൂഷകളെല്ലാം, ഈ ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്യുമ്പോൾ ഇവർ നിരന്തരം ഉടമ്പടി തൈലം കുഞ്ഞിനെ കാശുരൂപം കുഞ്ഞിനെ ശിരസ്സിന് താഴെ വെച്ചുകൊണ്ട് ഉടമ്പടി കാശിന് വെച്ചുകൊണ്ട് ഈ ഉടമ്പടി തൈലം തേച്ചുകൊണ്ടിരിക്കുക. കീമോ കൊടുത്ത കുഞ്ഞിനെ ഉടമ്പടി തൈലം തേച്ചുകൊണ്ടിരിക്കുക.
പക്ഷേ പെട്ടെന്ന് ഡോക്ടറിനെ ചേഞ്ച് ചെയ്യാൻ ഈശോ പറയും. പെട്ടെന്ന് ഡോക്ടറെ ചേഞ്ച് ചെയ്യാൻ പറയും, ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യാൻ പറയും. അത് ഉടമ്പടി ഇവർ ഡയറക്റ്റായിട്ട് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചേഞ്ചിങ് എല്ലാം വരുന്നത്. പെട്ടെന്ന് ഇവർ ഡയറക്റ്റായിട്ട് ഒരു അമ്മയുടെ ഉടമ്പടിയിലാണ് ഇവർ അവിടുത്തെ നേർച്ച വസ്തുക്കൾ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് കുഞ്ഞിൻ്റെ അവസ്ഥ കാരണം എടുക്കാതിരിക്കാനും പറ്റത്തില്ല. അത് എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടർ തന്നെ പറയും, നിങ്ങൾക്ക് വേണ്ട സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കാമെന്ന് പറയും. സെക്കൻഡ് ഒപ്പീനിയൻ എവിടെയാണ് ഉള്ളത്? ബാംഗ്ലൂരാണ് ഉള്ളത്. ബാംഗ്ലൂരേക്ക് സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കിയപ്പോൾ ആ ഡോക്ടറിന് രാവിലെ 7 മണി തൊട്ട് രാത്രി 9 മണി വരെ എത്രയോ മാസങ്ങൾക്ക് ബുക്കിംഗ് കിടക്കുന്നതാണ്. പക്ഷേ ഇവർക്ക് പെട്ടെന്ന് കിട്ടി ആ ഡോക്ടറിനെ. ബാംഗ്ലൂരത്തൊക്കെ പെർട്ടിക്കുലർ ഡോക്ടറെ ഇവർക്ക് പെട്ടെന്ന് കിട്ടി. ഡോക്ടർ പറഞ്ഞ് എളുപ്പം തന്നെ പാക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അതാണ് സംഭവം. എന്ന് വെച്ചാൽ അവിടുത്തെ ടൈം ഷോർട്ടനിങ് ഭയങ്കരമാണ്. എങ്ങനെ ഈ ഹോസ്പിറ്റലാണ് കടന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ 3 കൊല്ലം എടുക്കും. ഇവർ പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് സംഭവിക്കണത് എങ്ങനെയാണ്? നമ്മുടെ ടൈം ഷോർട്ടനിങ് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം സമയച്ചൊക്കെ സംഭവിക്കും. പുതിയ ഡോക്ടറെ തന്ന്, പുതിയ ഹോസ്പിറ്റലിൽ തന്ന്, അവിടെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് എല്ലാം മാച്ചായി പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ബോൺമാരോ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് 3-ാം ദിവസം പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞ് വീട്ടിൽ പോയിക്കൊള്ളാൻ. പെട്ടെന്നായ സംഭവം. 3 മാസത്തെ റെസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ 3 കൊല്ലം പറഞ്ഞതാണ് 3 മാസമായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയണത്. 3 കൊല്ലം. അപ്പോൾ ഇത് ഞാൻ പാതിരാപ്പള്ളി ദിവസങ്ങളിൽ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ പാതിരാപ്പള്ളി ഈ ദിവസങ്ങളിൽ നടന്ന ധ്യാനത്തെ സമയത്ത് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് അതിൻ്റെ കൂടെ കയറി പറഞ്ഞു, ഇത് പ്രൊവിഷനുള്ളതാണ്, പുതിയ കാര്യമല്ല. ഇത് വാഗ്ദാനങ്ങളുടെ പ്രൊവിഷനുള്ളതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഓർത്തുകൊണ്ട് സമയം ചുരുക്കിത്തരുമെന്ന്. റീഡ് ഇറ്റ്. 13:20 മർക്കോസ് 13:20. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആർക്കാണ് ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ആർക്കാണ് ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്, സമയം ചുരുക്കാൻ സംഭവിക്കുന്നത്? മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അവസാനത്തെ വചനം എന്താണ്? എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് ആ ദിവസം ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ സമയചുരുക്കം സംഭവിക്കും. ഉറപ്പല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ സഹന സമയമാണ് ചുരുങ്ങണത്. ഇപ്പോൾ 4 കൊല്ലം വേണമെന്ന് പറഞ്ഞതാണ്, 3 കൊല്ലം വേണമെന്ന് പറഞ്ഞാണ് ആ കുഞ്ഞ് റിക്കവർ ചെയ്ത് വരാൻ. അത് വെറും 3 മാസം കൊണ്ട് റിക്കവർ ചെയ്യുക, 10-1 സമയം ചുരുക്കുക. അതെന്തുകൊണ്ടാണ്? അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുമ്പോഴേ ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു വിഭാവനയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ. ഈശോ തന്നെ പറയും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. 15-16 വായിക്കുക, യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മഹത്വം മഹത്വം ആരാധന 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന.